ഒരു വ്യക്തി ഒരു വ്യക്തിയെ, ഒരു കൂട്ടം ആളുകളെ, ഒരു സമൂഹത്തെ ഈ രീതിയിൽ മദ്യാസക്ത രോഗം മാത്രമല്ല, മറ്റേത് അഡിക്ഷൻ, ലഹരിജന്യ രോഗങ്ങളും വളരുന്ന അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് ഓരോന്നും അക്കമിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് ഒരാളെ ബാധിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ മറന്നു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരു മദ്യാസക്തന്റെ ജീവിതം അയാൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംഗതി, അതിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ വെച്ചാൽ ഒരു ആക്സിഡന്റ് ആണ്. പലപ്പോഴും അത് ആൾക്കാർ ഓർത്തിരിക്കാറില്ല. മദ്യത്തിന്റെ അയാളുടെ ശരീരത്തിലും മനസ്സിലുമുള്ള പ്രവർത്തനം കൂടാതെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, ഏറ്റവും ഭീകരമായ അവസ്ഥ അയാൾക്കും അയാൾ കൊണ്ടു നടക്കുന്ന വാഹനത്തിനും പറ്റുന്ന ആക്സിഡന്റുകൾ. വാഹന ആക്സിഡന്റ് തന്നെ വേണമെന്നില്ല, ഏത് തരത്തിലുള്ള അപകടങ്ങളും 128 ആണ് ലോകാരോഗ്യ സെക്രട്ടറിയുടെ കണക്കിന്. അതുപോലെ ഒരു മദ്യാസക്തന്റെ അല്ലെങ്കിൽ ഒരു അഡിക്ഷനുള്ള ഒരു രോഗിയുടെ ആക്രമണം, ആ ആക്രമണത്തിൽ ഒത്തിരി ആളുകൾ ബാധിക്കുന്നുണ്ട്. മരണം വരെ സംഭവിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ പത്രത്തിലും ന്യൂസിലൊക്കെ അറിയുന്നുണ്ട്. മൂന്നാമത് അയാൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അറസ്റ്റ് ചെയ്യപ്പെടുക. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും. മറ്റൊന്ന്, അയാളുടെ ശരീരം, അയാളുടെ മനസ്സ് എവിടെയാണ്, എങ്ങനെ, ഏതവസ്ഥയിലാണെന്ന് നിശ്ചയിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അത് ചിലപ്പോൾ ഭയങ്കര തണുപ്പിലോ ഭയങ്കര ചൂടിലോ മോശപ്പെട്ട കാലാവസ്ഥയിലോ ആപത്ത് സാധ്യതയുള്ള സ്ഥലത്തോ എവിടെയോ ആ ശരീരം അയാൾ കൊണ്ട് കിടത്തും. അപ്പോൾ അങ്ങനെ ആ ശരീരത്തിന് പറ്റുന്ന സംഭവങ്ങൾ. മറ്റൊന്ന് പിന്മാറ്റ ലക്ഷണങ്ങളാണ്. അത് എപ്പോൾ വേണമെങ്കിലും മദ്യം കുറയുന്ന അവസ്ഥയിൽ, മദ്യം കിട്ടാത്ത അവസ്ഥയിൽ പിന്മാറ്റ ലക്ഷണം മരണകാരണമാണത്. പലപ്പോഴും 5 മുതൽ 15% മരണകാരണമാണ്. മറ്റൊന്ന്, മദ്യം അയാളുടെ ശരീരത്തിൽ കൂടി കയറി ഇറങ്ങി പോകുമ്പോൾ അതൊരു മെഡിക്കൽ രോഗം ഉണ്ടാകുന്നു. മെഡിക്കൽ രോഗം എന്ന് പറഞ്ഞാൽ അവയവങ്ങൾക്ക് കുഴപ്പമുണ്ടാകുന്നു. ശരീരത്തിൽ എന്തെല്ലാം അവയവമുണ്ടോ അതിൽ കൂടി എല്ലാം മദ്യം കയറി ഇറങ്ങി പോകും. അതോടൊപ്പം അതിൻ്റെ നാശം സംഭവിക്കും. അങ്ങനത്തെ രോഗങ്ങൾ അതെല്ലാം ആയുഷ്കാലത്തേക്ക് നീണ്ടു പോകുന്ന രോഗങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് സിറോസിസ് ലിവർ, പാങ്ക്രാറ്റൈറ്റിസ്, അതുപോലെ അനീമിയ, വിളർച്ച. ഞാനതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് വൃക്കകളെ ബാധിക്കുന്ന ഈ ലവണങ്ങളുടെ രോഗങ്ങൾ. മാൽന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട്, പോഷകാംശങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എത്രയോ ആൾക്കാർ മരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലാതെ പോഷകാംശമുള്ള ഭക്ഷണം ദിവസങ്ങളോളം ചിലപ്പോൾ കഴിക്കാൻ പറ്റി കാണില്ല. പ്രത്യേകിച്ചും ദാരിദ്ര്യം, ജോലിയൊന്നുമില്ലാത്ത മദ്യാസക്തനെ സംബന്ധിച്ചോളം ഈ പോഷക ദാരിദ്ര്യം വളരെ അധികം രോഗങ്ങളെ ക്ഷണിച്ചു വളർത്തും. ശാരീരിക രോഗം മാത്രമല്ല, മാനസിക രോഗം ഉണ്ടാവും മാൽന്യൂട്രീഷൻ കൊണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല, അയാൾക്ക് ഓർത്തിരിക്കാവുന്നതും അയാളുടെ ജീവിതം വളരെ ക്ലോസ് ആയിട്ട്, വളരെ അടുപ്പത്തിൽ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് നല്ല സുഹൃത്തുക്കളുമായിട്ടാണ്. പക്ഷെ അയാളെ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അകന്നു പോകും. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അയാളെ വിട്ട് അകന്നു പോകും. അത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അത് വലിയൊരു സംഭവമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സുഹൃത്തുക്കൾ പോവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് വിരസത, സ്നേഹത്തെ പറ്റി ഓർക്കാൻ പറ്റാതിരിക്കുക,
ഓർമ്മപ്പെടുത്താൻ പറ്റാതിരിക്കുക, അതൊക്കെ വലിയൊരു വീഴ്ചയാണ്. മറ്റൊന്ന്, അയാളുടെ തന്നെ കുടുംബം അകന്നു പോവുക, അയാളുടെ കുടുംബം അയാളിൽ നിന്ന് വിട്ടുപോവുക, അയാളുടെ ജോലി നഷ്ടപ്പെടുക. ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥകളാണ്. ഒന്നും കൂടി ഞാൻ പറയുകയാണ്, അതൊന്ന് ആലോചിച്ച് നോക്കുക. ആക്സിഡന്റുകൾ, അയാൾക്കും അയാളുടെ ജീവനെതിരായിട്ടും മറ്റുള്ളവരുടെ ജീവന് എടുക്കുന്ന ഒരവസ്ഥ, ആക്സിഡന്റ്, അയാളുടെ ആക്രമണം, അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആൾക്കാർ വിചാരിക്കുന്നു അറസ്റ്റ് ചെയ്താൽ പിന്നെ ജയിലിൽ പോയി അവിടെ തന്നെ ഭക്ഷണം കിട്ടൂല, അവിടെ കിടക്കില്ലെന്ന്. അല്ല, അവിടെ ഒരു എന്നേക്കായിട്ടൊരു വാതില്, ഒരു സ്വാതന്ത്ര്യം അടഞ്ഞു പോവാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലൈമറ്റ്, അയാൾ എന്താണ് കാലാവസ്ഥ എന്താണെന്നറിയാതെ ഒരു മനുഷ്യൻ കഴിയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പുറത്തെന്താണ് നടക്കുന്നത്, പുറത്തെന്താ നടക്കുന്നത്. ഇപ്പൊ ഈയിടെ നിങ്ങൾക്ക് ഒരു ആസാംകാരൻ രണ്ട് ദമ്പതികളെ, കോട്ടയത്ത് രണ്ട് ദമ്പതികളെ കൊലപ്പെടുത്തി. അവരെ ഏറ്റവും നീചമായ രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ കൊലപ്പെടുത്തുക മാത്രമല്ല, അവർ വസ്ത്രാക്ഷേപം ചെയ്തു. അവര് ആ രണ്ട് മനുഷ്യരുടെ, ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി നഗ്നരായി കിടത്തി അതിക്രൂരമായി കൊലപ്പെടുത്തി. ആലോചിച്ച് നോക്കുക, എന്താണ് അതിന്റെ കാരണം? എന്താണ്? പുറത്തെന്താണെന്ന് അവരറിഞ്ഞില്ല. അയാൾ വളരെ ധനികനായിട്ടുള്ള ഒരാളാണ്, ഭയങ്കര ധനാഢ്യനായിട്ടുള്ള ഒരാള്, വലിയ വീട്, വലിയ സംഭവങ്ങള്. അയാള് രണ്ട് നായ്ക്കളെ വളർത്തിയിരുന്നു, ഒരു വയസ്സായ ഒരു സെക്യൂരിറ്റി. പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അയാളുടെ ശത്രുവായിട്ടുള്ള അവിടെ ജോലി ചെയ്തിരുന്ന ആള് വന്നിട്ട് പക തീർത്തു. അയാൾ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി പറ്റി. അപ്പൊ ഏറ്റവും വലിയ ശത്രുത ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തെന്താണെന്ന് അറിയാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുവാണെങ്കിൽ പോലും നമ്മുടെ സുരക്ഷിതത്വം അതെപ്പോഴും നമുക്കുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു ശത്രു നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ സുരക്ഷിതത്തിനെ പറ്റിയുള്ള ആ ഓർമ്മ, അതുപോലെ ശക്തമായ ഒരു ധാരണ, ഒരു സംരക്ഷണം, അത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ആപൽ സാധ്യത വളരെ കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതം അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. ജീവിതം അത്ര ഇറ്റ് ഈസ് നോട്ട് ഫെയർ. അത് ശരിക്കും ന്യായവും യുക്തിഭദ്രമല്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ജീവിതം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ലോകം മുമ്പോട്ട് പോകുന്നത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. പക്ഷെ ഒരു ഭൂരിഭാഗം ജീവിതവും ഫെയർ അല്ല, യുക്തിഭദ്രമല്ല. അത് വളരെയധികം ഭയങ്കര ഭീകരമായ അവസ്ഥയിൽ കൂടിയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കപ്പാസിറ്റി, ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുക, അതുപോലെ ശരീരത്തിന് പോഷകാംശം കിട്ടാതിരിക്കുക, സുഹൃത്തുക്കളെ നഷ്ടപ്പെടുക, കുടുംബം നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക. ഇതൊക്കെ ഒരു മദ്യാസക്തന്റെ പ്രത്യേക ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അയാൾ അതിനെപ്പറ്റി ബോധവാനായിരിക്കും. അയാളുടെ റിക്കവറിയിൽ ഏറ്റവും ബോധവാനാകേണ്ട സംഗതി അത്. എന്നുവെച്ചാൽ അയാളുടെ ചുറ്റും സ്നേഹം നഷ്ടപ്പെടുന്നുണ്ട്, മരണം അതിൻ്റെ ചുറ്റുമുണ്ട്. കാര്യങ്ങൾ അയാൾ റിക്കവറിയുടെ ഉള്ളിൽ അയാൾ ബോധവാനായിരിക്കണം, ഇതാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ റിക്കവറിക്ക് എന്താണ് ഗുണമുള്ളത്, എന്ത് മേന്മയുള്ളത് റിക്കവറിക്ക്? മറ്റൊന്ന്, അയാളുടെ കുടുംബത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി അയാൾ വളരെയധികം ബോധവാനായിരിക്കണം. നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ
ഈ ബോധം വളർത്തിയെടുക്കുക എന്നുള്ളത് റിക്കവറിയെ ഏറ്റവും സഹായിക്കുന്ന സംഗതി. അതുകൊണ്ട് ഞാനിത് പറയുന്നത്. ആ വൈവാഹിക ബന്ധത്തിലുണ്ടാകുന്ന അവസരങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ, പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥകൾ, കുട്ടികളെ ദുരുപയോഗം ചെയ്യപ്പെടുക. ഏറ്റവും കൂടുതൽ മദ്യാസക്തൻ പലപ്പോഴും സ്വന്തം കുട്ടികളെ വളരെയധികം ദുരുപയോഗം, അവരെ ശിക്ഷിക്കുക, ശാസിക്കുക, മാനസികമായിട്ട് ഉള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ആ രോഗാവസ്ഥയിലാണ്. മാനസിക രോഗത്തിൽ അതുണ്ടാവും. മദ്യപാന രോഗത്തിൽ മാത്രമല്ല, മാനസിക രോഗത്തിൽ അതുണ്ടാവും. സ്പൗസ് അബ്യൂസ്, അതുപോലെ മാനസിക രോഗങ്ങൾ, വിഷാദ രോഗം മുതൽ ഉന്മാദ രോഗം വരെ, ഷിസോഫ്രീനിയ, ഉത്കണ്ഠ, പലതരം രോഗങ്ങൾ. മദ്യാസക്തന്റെ ഭാര്യ മദ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ പലപ്പോഴും രണ്ടുപേരും മദ്യം കഴിക്കുന്ന ഫാമിലികൾ യൂറോപ്പിലും വെസ്റ്റേൺ കൺട്രീസിലുണ്ട്, ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുട്ടി ചിലപ്പോൾ പൂർണ്ണമായിട്ടും മന്ദബുദ്ധിയായിട്ട് ജനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മദ്യം കഴിച്ചിട്ട് അത് ജനിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു ഹലോ ഹലോ ആ സാറ് പറഞ്ഞോ. ആ ഒരു മൈക്ക് ഓൺ ആയതാ സാറേ, അത് ഓഫാക്കി ഉണ്ട് സാർ. അതെന്താ? ശരി. പൂർണ്ണമായിട്ടും മന്ദബുദ്ധിയായിട്ടായിരിക്കും ആ കുട്ടി ജനിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഒരു മദ്യാസക്തന് കരുതൽ വേണം. ഒരു മന്ദബുദ്ധിയായിട്ടൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു ആയുഷ്കാലം ഒരു ഭാരമാണ്. ഇന്നത്തെ കാലത്ത് അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു സ്കാനിങ് കൊണ്ട് തന്നെ അത് അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഫീറ്റൽ ഡാമേജ്, അതുപോലെ കുട്ടികളെ ഉപേക്ഷിക്കപ്പെടുക, ചൈൽഡ് നെഗ്ലക്റ്റ്. എത്രയും മദ്യാസക്തരുടെ കുട്ടികൾ അവർ മേൽനോട്ടമില്ലാതെ അവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസം ഒക്കെ അപൂർണമായിട്ട് ജീവിതത്തിലൊന്നും വളർച്ചയില്ലാതെ എത്രയോ പേര് ആ കുട്ടിയുടെ വികാസം, വിദ്യാഭ്യാസം, ഒരു മനുഷ്യനായി മാറുന്ന പരിപാടി, അതിലൊക്കെ ഭയങ്കര തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവുക, സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടുക. എത്രയോ കുട്ടികളാണ്. പോവർട്ടി, ദാരിദ്ര്യം, അതികഠിനമായ ദാരിദ്ര്യം മദ്യാസക്തന്റെ കുടുംബത്തിൽ പ്രത്യേകിച്ചും. പിന്നെ സമൂഹത്തിനുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതും നല്ലോ മദ്യാസക്തന് മാത്രമല്ല സമൂഹത്തിന് ഒരു മദ്യാസക്തന് അവിടെ വേണമെങ്കിൽ തീ പിടിക്കാനുള്ള ഒരു കാരണം ഉണ്ടാക്കാം. അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, സൂക്ഷ്മമായിട്ടുള്ള ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ പല സ്ഥലത്തും ആരോഗ്യത്തിനും അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പരിപാടികളെയൊക്കെ നശിപ്പിച്ചു കളയും. നിയമത്തെ കൈകാര്യം ചെയ്യും. അതുപോലെ ഏറ്റവും ബുദ്ധിപൂർവം നല്ല മാൻ പവർ വേണ്ട സ്ഥലത്ത് അവിടെ മദ്യാസക്തൻ ആ സ്കില്ലൊക്കെ നശിപ്പിച്ച് അവിടെ കുഴപ്പമുണ്ടാക്കും. ചിലപ്പോൾ അവിടെ അടച്ചുപൂട്ടേണ്ടി വരും. അവിടെ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകും ഒരു സ്ഥാപനം. അപ്പൊ ഇതൊക്കെ ഡോക്ടർ ജെലിനിക്ക്, മദ്യാസക്ത രോഗത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ ഡോക്ടർ ജെലിനിക്ക്, അദ്ദേഹം ആയിരക്കണക്കിന് രോഗികളെ പരിശോധിച്ച് അവരുടെ സ്വഭാവ രീതികളും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതൊക്കെ അദ്ദേഹം
നിരീക്ഷിച്ചു. ഡോക്ടർ ജെല്ലിനിക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്. അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ റിക്കവറി ഏറ്റവും പെട്ടെന്നും എത്രയും പെട്ടെന്ന് മൈൽഡ് ഡിസീസ്, ഏറ്റവും മിനിമം രോഗമുള്ളപ്പോൾ റിക്കവറിയിലേക്ക് വരുന്നതാണ് പ്രോഗ്രാം കണ്ടുപിടിക്കുന്നതിലാണ്. അതിലെത്തിച്ചേർന്ന് സോബറാകുകയും പെട്ടെന്ന് റിക്കവറിയിലേക്ക് വന്ന് തന്നെയും തൻ്റെ കൂടെ ജീവിക്കുന്നവരെയും തൻ്റെ ജോലി, തൻ്റെ സുഹൃത്തുക്കൾ, അവരെയൊക്കെ രക്ഷപ്പെടുത്തുകയും കൂടി ചെയ്യുക. മദ്യാസക്തൻ മാത്രമല്ല ചികിത്സ കൊണ്ട് രക്ഷപ്പെടുന്നത്, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം രക്ഷപ്പെടും. അപ്പോൾ അത് മൈൽഡ് ഡിസീസ്, ഈ രോഗത്തെ മൂന്ന് ഡയമെൻഷൻ, 3 തരത്തിലുള്ള അളവുകളുണ്ട്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് ഡിസീസിൽ കൂടി ഈ രോഗത്തെ കണ്ടുമുട്ടുന്നവര് അവര് എത്രയും പെട്ടെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല തിരിച്ചറിവുണ്ടാകും. എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം വാസ്തവത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ ആദ്യത്തെ മീറ്റിംഗ് വന്നപ്പോൾ അവിടെ അനുഭവങ്ങൾ പങ്കുവെച്ചവർ പറഞ്ഞ ചില വാക്കുകൾ, ഇത് തലച്ചോറിന്റെ രോഗമാണെന്ന്, സ്വഭാവ രോഗമാകുന്ന അതുകൊണ്ടാണ്. ഭയങ്കര വിലപ്പെട്ടൊരു അറിവാണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. അന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇത് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വളരെ പ്രസക്തമായ സംഭവമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ റിക്കവറിയുടെ ആ തിരിച്ചറിവില് ഈ ഇൻഫർമേഷൻ, ഈ അറിവ് അത് സ്ട്രൈക്ക് ചെയ്തു, അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഇത് തലച്ചോറിന്റെ രോഗമാണെന്ന് പറഞ്ഞാൽ തലച്ചോറിന് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഇല്ലല്ലോ. അത് അങ്ങനെയുള്ള പല ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. എത്രയോ വിവരമുള്ള ആൾക്കാർ, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് ഈ ഒരു വിവരം, ഈ ഒരു വലിയ തിരിച്ചറിവ് ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സിന്റെ അടുത്തുനിന്ന് അവർക്ക് കിട്ടി. വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ആദ്യമായിട്ടുള്ള അറിവ് കിട്ടുന്നത് അങ്ങനെയാണ്. അവരൊരു മാനസിക രോഗത്തിന്റെ ഉള്ളിൽ പെട്ടിട്ടാണ് ഈ മദ്യം ഇങ്ങനെ നിരന്തരം ഉപയോഗിക്കുന്ന അവർക്ക് മനസ്സിലായത് അപ്പോഴാണ്. അല്ലാതെ അവര് പ്രായോഗികമായിട്ട് ചിന്തിച്ചിട്ടില്ല. അവര് പെട്ടെന്ന് കിട്ടുന്ന സന്തോഷവും ആനന്ദവും ആ ഉല്ലാസത്തിനെ പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഈ രോഗാവസ്ഥയും അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അറിവും, അതിൻ്റെ ഉള്ളിലുള്ള അറിവും അവർ അതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇത് വെറുതെ പറയുന്നതാണെന്ന് ചില ആൾക്കാർ വിചാരിക്കുക. അല്ല, ഇത് വളരെ പ്രസക്തമാണ്. ഈ അറിവ് വളരെ പ്രസക്തമാണ്. അതുപോലെ ഡോക്ടർ ജെലിനിക്ക് ഏറ്റവും വലിയൊരു സംഭാവന ആണ് മദ്യാസക്തന്റെ മോഡറേറ്റ്, സിവിയർ ഈ അവസ്ഥകളിൽ കൂടി ഒരാൾ കടന്നു പോകുമ്പോൾ അയാൾ ഏതൊക്കെ സ്വഭാവത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വളരെ വളരെ രസകരം എന്നല്ല, അത് നമുക്ക് നമ്മുടെ സ്വന്തം അനുഭവമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളിതിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ടോ, നമ്മുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ ഒരു അസസ്മെന്റ്, ഒരു അളന്ന് നോക്കാനും തൂക്കി നോക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടാവും. ഇത് പണ്ട് ഞാൻ ഈ പലപ്പോഴും ഒരു LCD ഒരു പ്രൊജക്ടറിൽ വെച്ച് ഈ ഡോക്ടർ ജെലിനിക്ക് പറഞ്ഞ ഈ സ്വഭാവ മാറ്റങ്ങളെ പറ്റി പറഞ്ഞു. ചില ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. എന്തൊരു കുറ്റാരോപണം പോലെ, ഇതിങ്ങനെ എന്താ കുറ്റം പറയാനുള്ള സംഗതിയാണോ? അതല്ല, ഇത് തിരിച്ചറിവാണ്. ഒരു മദ്യാസക്തൻ താൻ കടന്നു പോകുന്ന കാര്യം, മാനസികാവസ്ഥകളെ തിരിച്ചറിയുമ്പോഴാണ് അയാൾക്ക് രക്ഷപ്പെടാനുള്ള കഴിവുണ്ടാകുന്നത്. അപ്പൊ ഇതിന് നിഷ്പക്ഷമായിട്ട് ഒരാൾ നിരീക്ഷിക്കണം. ഇപ്പൊ ഒരു ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു അറിവുണ്ട്. എന്താന്ന് വെച്ചാല്, ഒരാളൊരു പ്രശ്നത്തിന്റെ ഉള്ളിലാണ്.
അപ്പൊ അയാൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ആ പ്രശ്നം ആരിൽ കൂടി എപ്പോ എങ്ങനെ സംഭവിക്കുന്നു, അത് അയാൾക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ പറ്റും? അയാൾ നിരീക്ഷിക്കുമ്പോൾ ആ നിരീക്ഷണം ചെന്നെത്തുന്നത് എവിടെയാണ്? അപ്പൊ അയാൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ആ പ്രശ്നത്തെ അയാൾ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിൽ അയാൾ ആരെയാണ് നിരീക്ഷിക്കുന്നത്, എവിടെയാണ് എത്തിച്ചേരുന്നത്? അപ്പൊ അതിനെപ്പറ്റിയുള്ള ആ നിരീക്ഷണം എങ്ങനെയാണ്? ദ ഒബ്സർവർ ആൻഡ് ദ ഒബ്സർവ്ഡ്. ഒബ്സർവർ ആൻഡ് ദ ഒബ്സർവ്ഡ്. നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്ന ആളും ഒന്നാണെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരാളുണ്ടല്ലോ, ആരെയാണോ നിരീക്ഷിക്കപ്പെടുന്നത്, ഇത് രണ്ടും ഒരാളാണെങ്കിൽ അയാൾ എന്നത് മനസ്സിലാക്കുന്നു, അവിടെ ഒരു വൈരുദ്ധ്യമില്ല, കോൺട്രാഡിക്ഷൻ എന്ന് പറയും, വൈരുദ്ധ്യം അവിടെ ഇല്ല. പെട്ടെന്ന് തന്നെ ആ നിമിഷം തന്നെ അയാൾക്ക് ഉൾക്കാഴ്ച കിട്ടി. ആ ഉൾക്കാഴ്ചയിൽ അയാൾ രക്ഷപ്പെട്ടു. അത് അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുകയാണ്, ഒരു തീപ്പരി പോലെ. ഭയങ്കരമായിട്ട് അയാൾ ആകർഷിച്ച് ഒരു ഉൾക്കാഴ്ച ഉണ്ടായി, അയാൾ രക്ഷപ്പെടും. ഏത് സംഭവിക്കുന്നത് അതാണ്. ഈ ഓരോ ആളും പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് അവളുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ആരിൽ നിന്ന് ഉത്ഭവിക്കുന്നു? അതാണ് ഒബ്സർവ്ഡ്, നിരീക്ഷിക്കപ്പെടുന്ന ആള്. നിരീക്ഷിക്കപ്പെടുന്ന ആള് നിരീക്ഷണം നടത്തുന്ന ആളും രണ്ടും ഒരാളാണെങ്കിൽ അവിടെ വൈരുദ്ധ്യമില്ല. അയാളെ തന്നെയാണ് അന്വേഷിക്കുന്നതും മനസ്സിലാക്കുന്നതും. പ്രശ്നം അതിൻ്റെ സോൾവ് ചെയ്തപ്പെട്ടു. ആ അന്വേഷണത്തിൽ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. അത്ര ഭയങ്കരമായിട്ടുള്ള സ്വന്തം തലച്ചോറിൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് നടക്കുന്ന സ്ഥലമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം. അങ്ങനെ ചിന്തിച്ച് അതിന് ഗൗരവം കൊടുത്ത് അതിന് ഉത്തരവാദിത്വം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതൊക്കെ നടക്കുള്ളൂ കേട്ടോ. ഏതായാലും ഈ പ്രോഗ്രാമിനെ നിസ്സാരാക്കാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. ഈ പ്രോഗ്രാം എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ ജിലനിക്ക് പറഞ്ഞ ആ സ്വഭാവം ദയവ് ചെയ്ത് ഇത് ഒരു എന്തോ വേറൊരാള് ഇതെല്ലാം മറ്റൊരാളെ മോശക്കാരനാക്കാൻ താറടിച്ച് കാണിക്കുന്ന ഒരു സംഗതിയാണെന്നല്ല വിചാരിക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒബ്സർവർ ആൻഡ് ഒബ്സർവ്ഡ്. നിരീക്ഷിക്കുന്ന ആളും നിരീക്ഷിക്കപ്പെടുന്ന സംഗതി ഒന്നാണ്. നിഷ്പക്ഷമായിട്ടൊരു സംഗതിയാണത്, അത് മനസ്സിലാക്കുക. അറിവാണത്. അപ്പോൾ ഒരാൾ മദ്യം കഴിക്കുന്നതിന് മുമ്പ് വല്ലപ്പോഴും ഒരു രസത്തിന് വേണ്ടി കുടിക്കുകയാണ്. ഒക്കേഷണൽ റിലീഫ് ഡ്രിങ്കിങ് എന്ന് പറയും. വല്ലപ്പോഴും ഒരു ആശ്വാസത്തിന്. പിന്നെ മിക്കപ്പോഴും ഒരു ആശ്വാസത്തിന്. അതും കഴിഞ്ഞിട്ട് അളവ് കൂട്ടുമ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു ആശ്വാസത്തിന്. അങ്ങനെ അത് വളരുവാണ്. വല്ലപ്പോഴും, മിക്കപ്പോഴും, കൂടെ കൂടെ, കുടുകുട, അങ്ങനെ അളവ് കൂട്ടി അത് വളർന്നു വരുവാണ്. അതാണ് ആദ്യത്തെ കാലഘട്ടം. പിന്നീട് ആ അളവ് കൂടി വരുമ്പോൾ അയാൾക്ക് കുടിച്ചു കഴിഞ്ഞ് എങ്ങോട്ട് പോയി, എന്ത് ചെയ്തു, ബ്ലാക്ക് ഔട്ട്, ഒരു ഓർമ്മയില്ല. എല്ലാം തിരിച്ച് പിറ്റേ ദിവസം ഓർക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല. ബ്ലാങ്കാണ് അവിടെ. അതിൻ്റെ അതിശക്തമായിട്ട് തലച്ചോറിനെ അത് ബാധിച്ചു, മദ്യം ബാധിച്ചു, ഓർമ്മ പോയി. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നതിൻ്റെ ലക്ഷണമാണ് ബ്ലാക്ക് ഔട്ട്. പിന്നെ മറ്റൊരു സ്വഭാവം, അയാള് ഒളിച്ചു വെക്കുന്നു. സറപ്ഷ്യസ് ഡ്രിങ്കിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. സറപ്ഷ്യസ് എന്ന് വെച്ചാൽ ഒളിച്ചു വെച്ച് ആരും കാണാതെ രഹസ്യമായിട്ടുള്ള കുടിയാണ് സറപ്ഷ്യസ് ഡ്രിങ്കിങ്. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് താമസിച്ച സമയത്ത് അവിടെ ഒരു ചായക്കടക്കാരനുണ്ട്. അദ്ദേഹം മദ്യം കുപ്പി കൊണ്ടുവന്നിട്ട് ഒരു
മണ്ണിലൊരു കുഴിയൊക്കെ ഉണ്ടാക്കി പലതരം കുപ്പികൾ, ഈ നാടൻ ചാരായം കുപ്പികളിലാക്കിയിട്ട് നിലത്ത് കുഴിച്ചു വയ്ക്കും. എന്നിട്ട് ഓരോ ദിവസവും അദ്ദേഹം ഓരോ കുപ്പി പുറത്തെടുക്കും രാത്രിയാകുമ്പോൾ. അപ്പോൾ അത് ഒളിച്ചു വെച്ച് കുടിക്കണം പല സ്ഥലത്ത്, പല പെട്ടിയിലാക്കിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ജഗതി മദ്യം ഒളിച്ചു വയ്ക്കാൻ സ്ഥലമില്ലാതെ ആപ്പിളിൻ്റെ ഉള്ളിൽ ഇഞ്ചക്ഷനായി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതും അത് മറ്റേ അവിടുത്തെ അമ്മൂമ്മ കഴിച്ചതും നിങ്ങൾ സിനിമ കണ്ടു കാണും ചിലപ്പോൾ. ഒളിച്ചു വെച്ച് കുടിക്കുന്ന ഒരു പരിപാടിയാണ് സറപ്ഷ്യസ് ഡ്രിങ്കിങ്. ആൻറ്റിസിപ്പേറ്റഡ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കുക മദ്യത്തിന്. മദ്യം എപ്പോൾ ഇന്ന് കഴിക്കണമെങ്കിൽ അത് എപ്പോൾ കഴിക്കണം, അതിനൊരു മുൻഗണന. ഇത്ര സമയമാകുമ്പോൾ അത് കഴിക്കുക, ഇന്ന സമയത്ത് കഴിക്കുക, ഒരു മുൻഗണന. ഇതൊക്കെ നമ്മുടെ തലച്ചോറിൽ ആ സ്വഭാവം അങ്ങോട്ട് സ്വീകരിക്കുക ചെയ്യും, ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. അതുപോലെ മദ്യം കൂടുതൽ ഗുളു എന്ന് പറഞ്ഞ് കുടിക്കുക. വെള്ളം കുടിക്കുന്നത് വളരെ ദാഹമുള്ളപ്പോൾ വെള്ളം കുടിക്കുന്ന പോലെ അങ്ങനെ ഗൾപ്പ് ചെയ്ത് കുടിക്കുക. പിന്നെ ഇങ്ങനെ കുടിക്കുന്നതിനെ പറ്റി ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ, മധ്യസ്ഥം തന്നെയാണ്. അങ്ങനെ ശരിയല്ല, അത് സമൂഹത്തെക്കാളും അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾക്ക് കുറ്റബോധമുണ്ട്, ഗിൽറ്റ്. ഈ ഗിൽറ്റ് മദ്യാസക്ത രോഗമുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ഡോക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗിൽറ്റ്. അതുപോലെ മദ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അയാൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്നതും അയാൾക്ക് ഉല്ലാസം പകരുന്ന സാധനമാണെങ്കിലും അയാൾ അതുമായിട്ട് ബന്ധമുണ്ടെന്ന് വേറൊരാൾ പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. അതൊരു വൈരുദ്ധ്യമാണ് കേട്ടോ. ആങ്കർ. അയാളൊരു മദ്യപാനിയാണെന്ന് അറിയപ്പെടുന്ന അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ചില ആൾക്ക് ഈ കാര്യത്തിലൊക്കെ എതിരഭിപ്രായം ഉണ്ടായെങ്കിലും ഇത് കാര്യമായിട്ടുള്ള സ്വഭാവ രീതിയാണ്. മദ്യത്തെക്കുറിച്ച് അയാളുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. അത് അയാളൊരു മദ്യപാനിയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ കൂടെ ഈ ബ്ലാക്ക് ഔട്ട്, ഈ മദ്യം കഴിച്ചിട്ടുള്ള ഓർമ്മക്കേട് ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുക, അത് രോഗത്തിൻ്റെ അവസ്ഥ വളരെ മോശാവസ്ഥയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഈ സമയത്തൊക്കെ ആക്സിഡൻ്റ് ഉണ്ടാകും, ഈ ബ്ലാക്ക് ഔട്ടിലും ഒക്കെ ആക്സിഡൻ്റ് ഉണ്ടാകും. പലപ്പോഴും മദ്യം കഴിച്ചിട്ട് ഈ ബ്ലാക്ക് ഔട്ടിൻ്റെ പീരീഡ് അയാൾ വണ്ടിയൊക്കെ ഓടിക്കുമായിരിക്കും. വണ്ടി ഇങ്ങനെ കൈ കിട്ടിയാൽ മതി, അതിൽ കൂടിയൊക്കെ ഇങ്ങനെ ഓടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, തല എവിടെയൊന്നും ചിലപ്പോൾ ലൊക്കേറ്റ് ചെയ്യില്ല, അങ്ങനെ കറങ്ങി നടക്കും. അതുപോലെ മറ്റൊരു സംഗതി ചില ക്രൂഷ്യലായിട്ടുള്ള ഒരു ഘട്ടം, വളരെ അതിനിർണായക ഘട്ടമാണ്. സ്വഭാവത്തിൽ ഉള്ള നിയന്ത്രണം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. ഇത് അളവ് മാത്രമല്ല, എന്ന്, എപ്പോൾ, എങ്ങനെ, ഏതവസ്ഥയിൽ, സിറ്റുവേഷനിൽ നിർത്തണം എന്നുള്ളത് മുൻകൂട്ടി അയാൾക്ക് ഒരിക്കലും അതിനെപ്പറ്റി ഒരു എനിക്ക് പ്രശ്നമില്ല, ഞാൻ പട്ടാളക്കാരനാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ ന്യായങ്ങളൊക്കെ പറയും. റാഷണലൈസേഷൻ എന്ന് പറയും, യുക്തിവാദം. ഇത് നല്ല യുക്തിവാദമല്ല, മുട്ടായുക്തിയാണത്, ഇങ്ങനെ ഒരു ആളുകളെ ബോധിപ്പിക്കാൻ. പിന്നെ സാമൂഹ്യ സമ്മർദ്ദം. ഒരു കൂട്ടുകാരനെ എവിടെ നിന്നെങ്കിലും ഒരു ഫോണിൽ വിളിച്ചാൽ മതി, അയാളെടുത്ത് ചാടും, കയർ പൊട്ടിക്കും. കാരണം അത് അത്രമാത്രം അയാളെ തലച്ചോറിനെ അത് ബാധിച്ചു, ശരീരത്തെ ബാധിച്ചു. രോഗാവസ്ഥ വളരെ മോശമാണ്. സോഷ്യൽ പ്രഷർ, സാമൂഹ്യ ബന്ധങ്ങൾ, സമ്പർക്കങ്ങൾ, അതുപോലെ ഈഗോ, വളരെ ഉന്മത്തമായ സ്വഭാവ രീതി. ഞാൻ ഭയങ്കര സംഭവം, ഞാനാണ് ആള്, കേമൻ, മിടുക്കൻ, എന്നെ ഒന്നും പഠിപ്പിക്കരുത്, ഞാനൊരു സംഭവം.
അങ്ങനത്തെ ആ ഒരു ഗ്രാൻഡ്യൂസ്, ഭയങ്കര തള്ളല്, ആ ഒരു സ്വഭാവ രീതി, അതാണ് നമ്മൾ ഈഗോ എന്നൊക്കെ പറയുന്നത്. ആക്രമണ സ്വഭാവം. ഇതിനിടയിലും കുറച്ച് കുറ്റബോധമൊക്കെ ഉണ്ട്, പശ്ചാത്താപമുണ്ട്. ഇടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ ഒരു ശബരിമലയ്ക്കോ ഒരു നോമ്പ് വിടലിനോ ഒക്കെ കുറച്ചൊക്കെ നിർത്തി കാണിച്ചു കൊടുക്കും ആൾക്കാർ, വീട്ടിലുള്ളവർ, അത് കുറ്റം പറയുന്ന സുഹൃത്തുക്കള്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ആരെ വേണമെങ്കിലും കാണിച്ചു കൊടുക്കും, എനിക്ക് കഴിവുണ്ട്, ഞാൻ നിർത്തും. അങ്ങനെ കുറച്ച് ദിവസം ഒരു മാസമോ മറ്റേ ഇങ്ങനെ കുടിക്കുന്നില്ല എന്നൊക്കെ ആൾക്കാരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടി. അതെന്തിനാണെന്നറിയോ? വൈരുദ്ധ്യമാണത്. അയാൾക്കറിയാം അയാളിങ്ങനെ ഭയങ്കരമായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ആരെങ്കിലും കാണിച്ച് ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഒരു വൈരുദ്ധ്യമാണത്. അതിനു വേണ്ടി മാത്രമാണ് അയാൾ നിർത്തുന്നത്. എനിക്കത് സാധിക്കും, ഞാൻ നിർത്തും. അയാൾ എപ്പോഴും എടുത്തു പറയുന്ന കാര്യം ഇതാണ്. ആ ഒരു മാസം നിർത്തിയ കാര്യമാണ് അയാൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ സംഭവം. അതിങ്ങനെ പൊക്കിക്കൊണ്ടുവരും. അങ്ങനെ ഇതൊക്കെ മധ്യസ്ഥ രോഗത്തിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ് ഞാനീ പറയുന്നത്. അതുപോലെ രീതി മാറ്റുക എന്ന് വെച്ചാൽ ഇപ്പോൾ ബിയർ കുടിക്കുക അല്ലെങ്കിൽ കള്ള് കുടിക്കുക കുറേ നാളത്തേക്ക്, അതിൻ്റെ അളവ് കൂട്ടി കുടിച്ചാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള മദ്യമൊന്നും ഞാൻ ബ്രാൻഡിയും റമ്മും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ വെറും ബിയറും മാത്രം, അല്ലെങ്കിൽ ഞാൻ കള്ളാണ് കുടിച്ചേക്കണത്. അതിൻ്റെ കൂടെ ചിലപ്പോൾ വൈദ്യരുടെ അടുത്ത് പോയി അരിഷ്ടം കൂടി കഴിക്കും. അരിഷ്ടം മുഴുവനും അതിൽ ഒരു 70% അടുത്തും ചാരായമാണ്. അപ്പോൾ വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകും. ഇതൊക്കെ സ്വഭാവ രീതികളാണ്. പിന്നെ ഈ പാറ്റേൺ ഇങ്ങനെ മാറ്റുന്നു. അതുകൂടാതെ നല്ല സുഹൃത്തുക്കളെ ഒഴിവാക്കും. അവന്മാരെന്തെങ്കിലും കുറ്റം പറയപ്പോഴും, നല്ല സുഹൃത്തുക്കൾ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളായിരിക്കും എപ്പോഴും. നിങ്ങൾ എന്തെങ്കിലും ഒരു മോശപ്പെട്ട അവസ്ഥയിൽ പോകുമ്പോൾ അവർ ഉപദേശിക്കുക. ആ നല്ല സുഹൃത്തുക്കളുടെ ലക്ഷണം തന്നെ അതാണ്, ഓർമ്മപ്പെടുത്തൽ. നിങ്ങളുടെ അവസ്ഥ മോശമാണ്, രക്ഷപ്പെടണം, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കണം എന്നൊക്കെ അവർ ഉപദേശിക്കും. നല്ല സുഹൃത്തെ ഉപദേശിക്കുള്ളൂ. മോശം സുഹൃത്തുക്കൾ അതൊന്നും പറയാതെ സ്ഥലം വിടും. അപ്പോൾ അങ്ങനെ അവരെ പിന്നെ കാണാൻ ഉദ്ദേശിക്കില്ല, അവരെ ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ ഒഴിവാക്കും. പിന്നെ ഇങ്ങനെ ജോലിയിൽ വീഴ്ച വരുന്നതുകൊണ്ട് ജോലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ സ്ഥലത്തുനിന്നും ഒഴിവാക്കപ്പെടും, ജോലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതൊരു വലിയ സീരിയസ് അവസ്ഥയാണ് മദ്യപാനിയുടെ. മദ്യ കേന്ദ്രീകൃതമായ ചിന്ത മാത്രം. ആലോചിച്ച് നോക്കുക, എപ്പോൾ നോക്കിയാലും, രാവിലെ എഴുന്നേറ്റാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും മദ്യം എന്നുള്ളത് ഇവിടെ ഏത് ലഹരി ആ വാക്ക് ഉപയോഗിക്കാം. ഏത് ലഹരിയാണോ തലച്ചോറിനെ കീഴ്പ്പെടുത്തിയ ഏത് ലഹരി വസ്തുവാണോ അത് അവിടെ മുമ്പിൽ വന്ന് നിൽക്കും. അതാണ് ഞാൻ പറയാറുള്ളത്. ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ കംപ്ലീറ്റ് മുൻഗണന അതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഒരു എത്രമാത്രം ഭീകരമായ ഒരു രോഗാവസ്ഥയാണെന്ന് നോക്കാതെ. അങ്ങനെ മറ്റ് താല്പര്യങ്ങളില്ലാതെ മദ്യ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ കേന്ദ്രീകൃതമായ ഒരു ജീവിതം. ബന്ധങ്ങളൊക്കെ അപഗ്രഥിക്കുക അന്നേരം ഭയങ്കര സംഭവമാണ്. അയാൾ മോശക്കാരൻ, ഇയാൾ എൻ്റെ നല്ല സുഹൃത്ത്, അയാളോട് ഒട്ടി നിൽക്കുന്ന, അയാളെ അനുകൂലിക്കുന്ന, മദ്യം എപ്പോഴും ലഭ്യമാക്കുന്ന ഒരു സുഹൃത്ത്, ഏറ്റവും നല്ല സുഹൃത്ത്, അവൻ എൻ്റെ വിശ്വസ്തൻ, അവൻ മിടുക്കൻ, അവൻ കേമൻ. അങ്ങനെ ഒരു തരംതിരിവുണ്ടാക്കും ബന്ധങ്ങളിൽ. ആ ബന്ധങ്ങളെ ഇങ്ങനെ ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര സംഭവമാണ് മദ്യപാനിയുടെ. പിന്നെ കുറെ കഴിയുമ്പോൾ ഇതെല്ലാം കുളമായി. എത്ര നല്ല വിശദീകരണമാണെന്ന് നോക്കുക ഡോക്ടർ ജെലിനിക്ക്. ഇതെല്ലാം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് മദ്യാസക്തന് പോകുമ്പോഴുള്ള സ്വഭാവ രീതി മാത്രമാണിത്.
വേറെ ഒരു പരിശോധനയും വേണ്ട. ഇതൊക്കെ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയാം. മാർക്കറ്റ് സെൽഫ് പിറ്റി, സ്വയം ശ്രദ്ധാവും. പിന്നെ മറ്റൊരു തന്ത്രം, നാട് വിട്ടുപോയി വേറെ നാട്ടിൽ പോയി കുടിക്കുക. കാരണം ഇയാൾക്കറിയാം ഇയാളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, അവരതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് എന്ത് സംഭവങ്ങളാണെന്നൊക്കെ അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ പണി അതാണ്. അപ്പൊ അതുകൊണ്ട് ആ നാട് വിട്ടു പോയിട്ട് അയാൾ വേറെ സ്ഥലത്ത് പോയി. ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിൽ ഇടുക്കി ജില്ലക്കാരൻ കാസർഗോഡ് പോലൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യും. അയാളുടെ ഉദ്ദേശം എങ്ങനെയാണ്? സെൽഫ് പ്രൊട്ടക്ഷൻ. അതിനാണ് ജിയോഗ്രഫിക്കൽ എസ്കേപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ജിയോഗ്രഫിക്കൽ എസ്കേപ്പ് ഗൾഫ് കൺട്രീസിലേക്കായിരിക്കും. ഗൾഫ് കൺട്രീസിലുള്ളവർ നാട്ടിലേക്ക് വരില്ല. അവിടെ വളരെ സുഖമായിട്ട് മദ്യപാനമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റുമെങ്കിൽ അവർ ഇങ്ങനെ കഴിയുന്നതും അധികം ലീവ് ഒന്നും എടുക്കാതെ ഇങ്ങനെയൊക്കെ കഴിയും. അതുപോലെ ഈ ഫാമിലിയിലെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം, ഫാമിലിയിൽ ഓരോരുത്തരോടുള്ള സ്വഭാവത്തിൽ വ്യത്യാസം. ഇയാളുടെ മദ്യപാനത്തെ അനുകൂലിക്കുന്നവരോട് ഭയങ്കര സ്നേഹം, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരോട് ഭയങ്കര വെറുപ്പ്, ഒരു പക, റിസൻമെന്റ്, വെറുപ്പ്, എല്ലാത്തിനോടൊരു വെറുപ്പ് പൊതുവെ. പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിലും വളരെ ദയനീയ അവസ്ഥയാണെങ്കിലും സപ്ലൈ കാത്തു സൂക്ഷിക്കും. തൻ്റെ ശരീരത്തിന് വേണ്ട സപ്ലൈ ഇറന്നിട്ടാണെങ്കിലും എന്തെങ്കിലും സംഗതികൾ മോഷ്ടിച്ചാണെങ്കിലും പൈസ കണ്ടുപിടിച്ച് അതൊക്കെ നിലനിർത്തും. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ അയാൾക്ക് നല്ല ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാവില്ല, പോഷകാഹാരമൊക്കെ കുറവായിരിക്കും, രോഗം ഉണ്ടാവും. അങ്ങനെ സമയത്ത് ചിലപ്പോൾ ആശുപത്രിയിലൊക്കെ കിടത്തേണ്ടി വരും. ആശുപത്രി കിടക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവം ഉണ്ടാവും. ഇയാൾക്ക് വരുന്ന ഈ ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങളിൽ അയാളുടെ സാമൂഹ്യ പ്രശ്നം കൂടിയാണല്ലോ. അപ്പോൾ എന്ത് പറ്റും, ആശുപത്രി കിടക്കേണ്ടി വരും. കാരണം ചിലപ്പോൾ ഭക്ഷണം വയറ്റിൽ പിടിക്കുന്നില്ല, വയറ്റിൽ അൾസർ, ഛർദിച്ചപ്പോൾ രക്തം കണ്ടു ഭയന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു പിന്മാറ്റ ലക്ഷണം, മദ്യത്തിന്റെ അളവ് കുറഞ്ഞപ്പോൾ ഒരു വിഡ്രോവൽ വന്നു, ആശുപത്രി കിടക്കേണ്ടി വന്നു. അങ്ങനെ ആശുപത്രി കിടന്നപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിവരം ഉണ്ടാവും. അവിടെ കുറേ ദിവസം ഇങ്ങനെ കിടക്കും, ഒരു ഡ്രിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ചിലപ്പോൾ സെഡേഷൻ, മയക്കുമരുന്നൊക്കെ കൊടുക്കും. അങ്ങനെ കിടക്കുമ്പോൾ അയാൾ സ്വയം നിരീക്ഷിക്കും സ്വന്തം ശരീരത്തെ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, കുറേ നാളായിട്ട് അയാൾക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഇല്ല. ഒരു സംഭവമാണത്. അത് വലിയൊരു സംഭവമായിട്ട് അയാളെ കുത്തിപ്പോക്കും. അത് മദ്യം കഴിക്കുന്നതുകൊണ്ടാണെന്നുള്ള വിവരം പോലും ഇല്ല. അത് എൻ്റെ ഒരു ഭാഗം. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ബ്രെയിൻ അബ്നോർമലാണ്, സസ്പീഷ്യസ് ബ്രെയിനാണ്, പാരനോയിഡ് ബ്രെയിനാണ്. എന്നുവെച്ചാൽ ആരെയും എന്തിനേയും സംശയിക്കുന്ന ഒരു തലച്ചോറ് അയാൾക്കുണ്ടാവും. ഈ സമയത്ത് തലച്ചോറിൻ്റെ രോഗമാണല്ലോ മദ്യാസക്ത രോഗം. അതിങ്ങനെ വളർന്നു മുന്നോട്ട് പോകുന്നതും തലച്ചോറിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ, എല്ലാത്തിലും വ്യത്യാസം വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമാണ് സംശയരോഗം. ഇപ്പോൾ അയാൾക്ക് ഭാര്യയെ സംശയവും, ഭാര്യയ്ക്ക് ജാരന്മാരുണ്ടാവും. എനിക്ക് ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു. ഭാര്യ ഇപ്പോൾ അതിന് ഒതല്ലോ സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഈ ഇംഗ്ലീഷിൽ ഈ മദ്യപാന രോഗം കൊണ്ട് ഭർത്താവിന് മദ്യപാന രോഗം വന്ന് ഭാര്യയെ എങ്ങനെ സംശയിക്കുന്ന അവസ്ഥയ്ക്ക് ഒതല്ലോ സിൻഡ്രോം എന്ന് പറയും. ഒതല്ലോ ഡെസ്ഡിമോണയെ സംശയിച്ചു കഴുത്ത് ഞെരിച്ച് കൊന്നു. അപ്പോൾ അത് സംശയരോഗമായിരുന്നു. അതുപോലത്തെ ഒരവസ്ഥ. ഇങ്ങനെ സംശയിച്ച് ഭാര്യയെ കുത്തിക്കൊന്ന ഒരാളെ എനിക്കറിയാം, ഒരു ഡ്രൈവർ. സംശയം അയാളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. തലച്ചോറിൽ ആഴത്തിൽ ആ സംശയരോഗം ബാധിച്ചു. അപ്പൊ അങ്ങനത്തെ വലിയൊരു അവസ്ഥയിൽ കൂടെ അയാൾ പോകും, ജയിലിലാവും. അങ്ങനെ
ഇതാണ് ആൽക്കഹോളിക് ജലസി എന്ന് പറയും. ഈ രോഗത്തിന് ആൽക്കഹോളിക് ജലസി. മറ്റൊന്ന് ഈ കുടിയിലേക്ക് അയാൾ പോകും. അതിരാവിലെ മദ്യം വേണമെന്നുള്ളൊരവസ്ഥയിലേക്ക്. അത് ഏറ്റവും ഭീകരമായൊരവസ്ഥയാണ്. ഇതും കഴിഞ്ഞിട്ട് ഇത് ഇത് ഭീകരമാണെന്ന് പറഞ്ഞല്ലോ. അതും കഴിഞ്ഞാൽ അതിനാണ് ഡോക്ടർ ജെലിനിക്ക് പറയുന്നത് ഇയാൾ വളച്ചാൽ വളയുന്നൊരു മനുഷ്യനാകും. ആർക്കും അയാളെ വളയ്ക്കാൻ പറ്റും. മദ്യം കൊടുത്ത് വളയ്ക്കാം. അയാൾക്ക് പണത്തെക്കാളും മറ്റെന്തിനേക്കാളും മദ്യം നിറച്ച 2 കുപ്പി അയാളെ മുമ്പിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ വളയ്ക്കാം. അങ്ങനെ പല ആൾക്കാരും ഈ ശവം പുഴയിൽ നിന്ന് എടുക്കാനും ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങളൊക്കെ എവിടെ നിന്നെങ്കിലും പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിന് പകരം മദ്യം വാങ്ങിക്കാനൊക്കെ അത്രമാത്രം വളച്ചാൽ വളയുന്ന ഒരു ആളായിട്ട് മാറും. അതുകൂടാതെ അയാളുടെ ചിന്തകളൊക്കെ കാട് കയറാൻ തുടങ്ങും. ചിന്തകൾ വളരെ മോശപ്പെട്ട ചിന്തകളിലേക്ക് പോകും. മാനസിക രോഗമുള്ള ഒരാളെ പോലെ അയാൾ ചിന്തിക്കും. മദ്യപാന രോഗം കൊണ്ടുള്ള ഭ്രാന്തിലേക്ക്, ഇൻസാനിറ്റി, മദ്യാസക്ത രോഗം അയാളെ തലച്ചോറിന് കീഴടക്കി ഭ്രാന്തനാക്കും. ഇൻസാനിറ്റി എന്ന് പറയും. സൈക്കോസിസ്. തറയിൽ കിടക്കുക, കുടിച്ചിട്ട് എവിടെയാണോ അവിടെ തറയിൽ കിടക്കുക, അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ അവിടെ കിടന്ന് ഉറങ്ങുക, അവിടെ കിടക്കുക. മദ്യം കിട്ടാത്ത അവസ്ഥയിൽ വേണമെങ്കിൽ അത്ര കഠിനമായിട്ടുള്ള ഒരു ആസക്തി ഉണ്ടായിട്ട്, ആർത്തി ഉണ്ടായിട്ട് അതിനോട് സാമ്യമുള്ളൊരു സാധനം എന്തെങ്കിലും കിട്ടിയാൽ എടുത്ത് കുടിക്കുക. ഷേവിങ് ലോഷനോ പെട്രോള് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരെ എടുത്ത് കുടിക്കേണ്ടി വരും. എല്ലാം ഡോക്ടർ ജെലിനിക്ക് പറഞ്ഞ സംഗതികളാണ്. ഇതൊക്കെ അദ്ദേഹം നിരീക്ഷിച്ച കാര്യങ്ങളാണ്. അതുപോലെ മദ്യത്തിന്റെ മുകളിലുള്ള അളവിന്റെ കാര്യത്തിലും കൺട്രോൾ പോകും. അളവ് 7-8 പെഗ് ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് അത് കഴിഞ്ഞ് 2-3 പെഗ് കഴിച്ചാൽ ഭയങ്കര അപകടം വരും. ആക്രമണ സ്വഭാവം കൂടുതലാവും. വസ്തുവകൾ നശിപ്പിക്കും. കൊല്ലണം തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയം വരും, അകാരണമായ ഭയം. നിങ്ങൾ നദി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും തന്മയത്വമായിട്ട് PJ ആന്റണി എന്ന് പറഞ്ഞ നടൻ അതിലൊരു മദ്യാസക്ത രോഗിയാണ്. മദ്യാസക്ത രോഗത്തിന്റെ അവസാന കാലഘട്ടത്തിലുള്ള ആ ഭയത്തെ ആ നടൻ ഭയങ്കരമായിട്ട് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടത്. ഭയങ്കര സംഭവമാണത്. ആ ഭയം, കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു, എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത അവസ്ഥ, ശരീരവും മനസ്സും മന്ദീഭവിച്ചു, ഒരു പ്രചോദനവും ഒന്നുമില്ല. അത് ഒരു ഒഴിയാ ബാധയായി മാറി. ഒഴിയാ ബാധ. എൻ്റെ ദൈവമേ, നീ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കൂ. അങ്ങനെയാണ് പരാജയം സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ഡോക്ടർ ജെലിനിക്ക് പറഞ്ഞ ഒരു മദ്യാസക്തന്റെ സ്വഭാവത്തിൽ കൂടി പടിപടിയായിട്ട് കടന്ന് അങ്ങേയറ്റത്തെ മദ്യപാനത്തിലെത്തിയ ഒരു മദ്യാസക്തന്റെ സ്വഭാവ വർണ്ണനയാണ്. അത് നിരീക്ഷിച്ച കാര്യങ്ങളാണ്. അന്ന് MRI സ്കാനോ മറ്റ് ടെസ്റ്റുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിച്ച് ഒത്തിരി രോഗികളെ അവരുടെ രോഗാവസ്ഥയൊക്കെ മനസ്സിലാക്കി അവരെ ചികിത്സിക്കാനായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള സംഗതിയാണത്. ഇതിൽ വിചാരിക്കേണ്ട സംഭവം ഇത് ഒരു അവഹേളന അല്ല, ഇതൊരു അറിവാണ്. നിരീക്ഷിക്കുന്ന ആളും നിരീക്ഷകനും ഒരുപോലെ വന്ന് അവിടെ അയാൾക്ക് ഉൾക്കാഴ്ച കിട്ടും. ഉൾക്കാഴ്ച കിട്ടിയ അപ്പം തന്നെ സെക്കൻഡിൽ തന്നെ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം വെച്ചാൽ ഇപ്പോൾ അയാൾ വേറൊരു വ്യക്തിയല്ല, തിരിച്ചറിവുള്ളൊരു വ്യക്തിയാണ്. വിട്ടുനിൽക്കാൻ അയാൾക്ക് ചങ്കൂറ്റുണ്ട്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക. ലോകത്തിൽ 2 കൂട്ടം ആൾക്കാർ.
രണ്ട് കൂട്ട സംഭവങ്ങൾ. ഒന്നും മാറ്റാൻ പറ്റാത്തത്, ഉപദേശിച്ചും നിർബന്ധിച്ചും മാറ്റാൻ പറ്റാത്ത സംഭവങ്ങൾ. മറ്റൊന്ന് മാറ്റാൻ പറ്റുന്ന ആളുകൾ. മാറ്റാൻ പറ്റുന്നത് നമ്മൾ തന്നെയാണ്. അതാണ് ഈ നിരീക്ഷണത്തിൽ കൂടി മാറ്റാൻ പറ്റുന്ന സംഭവമാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ എന്താ വേണ്ടത്? പിന്നെ ഒറ്റ കാര്യമുള്ളൂ. തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞു, അറിവ് കിട്ടിക്കഴിഞ്ഞു, അത് ഞാൻ തന്നെയാണ്. ആ അറിവ് കിട്ടിയാൽ പിന്നെ എന്താണ്? പിന്നെ പ്രവൃത്തിയിലേക്ക് പോകലാണ്. പ്രവൃത്തിയിലേക്ക് പോകുന്ന 24 മണിക്കൂർ മധ്യത്തിൽ നിന്ന് വിട്ടുന്ന എന്നെ സ്വയം രക്ഷപ്പെടുത്തുന്ന പരിപാടി സ്വീകരിക്കലാണ്. അപ്പോൾ അതിനെന്താ വേണ്ടത്? അതിന് വേണ്ട കാര്യം പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അതിന് വേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് ഒരു ചങ്കൂറ്റം, കറേജ്. കറേജ് അതാണ് മധ്യസ്ഥ രോഗത്തിന്റെ ചികിത്സയിലെ ഏറ്റവും ഭയങ്കര സംഭവമായിട്ട് ആൽക്കോളിക്സ് അനോണിമസിൽ ഏറ്റവും ഉയർത്തി കാണിക്കുന്ന സംഗതി. ഒന്ന് ചങ്കൂറ്റം, തിരിച്ചറിവും വിവരവും ഉൾക്കാഴ്ചയും കിട്ടിയപ്പോൾ ചങ്കൂറ്റാണ് അടുത്തത്. പിന്നെ ബുദ്ധി, അതിനെ താങ്ങി നിർത്താനുള്ള ബുദ്ധിശക്തി. അപ്പൊ ഇതിൽ കൂടിയാണ് അയാൾ രക്ഷപ്പെടുന്നത്. ആൽക്കോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥനയിൽ എത്രമാത്രം വളരെ നല്ല ഭംഗിയായിട്ടാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ അതിൽ കൂടി വളരെ നിസ്സാരമായുള്ള, വളരെ ലളിതമായിട്ടുള്ള സംഭവമാണെങ്കിലും നമ്മളെ തന്നെ, നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിശക്തിയെയും തിരിച്ചറിവുകളെ എല്ലാം നമുക്ക് വിട്ടുകൊടുക്കണം. ഈ ചികിത്സയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. അവിടെയാണ് രക്ഷപ്പെടൽ. അപ്പൊ ഇതൊരു വളരെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സംഗതിയാണ്, പക്ഷെ വളരെ ലളിതമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലെ പല സുഹൃത്തുക്കളെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം വെച്ചാൽ അവർക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ അവർ ചെയ്തു. അതിൽ നിന്നും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജീവിതം ജീവിക്കാൻ പറ്റി. ചില സാധാരണ മനുഷ്യരെക്കാൾ ഒരു പടി ഉയർന്ന ജീവിതം ശാരീരികമായിട്ടും മാനസികമായിട്ടും റിക്കവറി വന്നപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റി. കൂടുതൽ കാലം ജീവിക്കാൻ പറ്റി. നേരത്തെ മരിച്ചുകൊണ്ട് പല ആൾക്കാരും കൂടുതൽ കാലം സമ്പന്നമായിട്ട് ജീവിക്കാൻ പറ്റി. അതൊക്കെ വലിയ സംഭവമാണ്. ആർക്കും സാധിക്കാം. പക്ഷെ അതിനയാൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ത്യാഗം. അയാൾക്ക് വേണ്ടിയാണ് ആ ത്യാഗം ചെയ്യുന്നത്, അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ പോയി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടി അയാൾ രക്ഷപ്പെടും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നല്ല, വളരെ ഞാനീ പറഞ്ഞ പോലെ വളരെ മേന്മയുള്ളൊരു ജീവിതം. അത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് 3 വ്യവസ്ഥകളെ അനുസരിച്ചാണ്. എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള 3 കാര്യങ്ങൾ, 3 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളായിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞേക്കുന്നത്. അത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന് നമ്മൾ ഉത്തരങ്ങളും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ കൂടി നമുക്ക് ഒരു ഗ്യാരണ്ടീഡാണ് ഈ 24 മണിക്കൂർ പ്രോഗ്രാം. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് വർക്കൗട്ടാണെങ്കിൽ നമ്മുടെ മനസ്സ് മാത്രം മതി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു വളരെ മേന്മയുള്ള ജീവിതം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സാറേ. ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ആർക്കെങ്കിലും സാറ് പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമുക്ക് ഇനി ഏകദേശം ഒരു അരമണിക്കൂറൂടെ നമുക്ക് സമയമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായിട്ട് മുമ്പോട്ട് വന്ന് ചോദിക്കാമോ, സമയ സാഹചര്യം ഉള്ളവര്?